ഡ്രൈവർ വണ്ടി ഓടിക്കുന്നത് കമ്പ്യൂട്ടർ കൊടുക്കുന്ന നിർദ്ദേശത്തിലേക്ക് അങ്ങനെ ഒരു സംവിധാനത്തേക്ക് വരും. എവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്, വഴി തിരിച്ചു വിടണമെങ്കിൽ എല്ലാ മെസ്സേജും ഡ്രൈവർക്ക് സ്ക്രീനിൽ കാണാം. അപ്പോൾ ആ ടാബിനകത്ത് ഇത് ഡ്രൈവർക്കുള്ള നിർദ്ദേശം കൊടുക്കും. ഈ സ്റ്റോപ്പിൽ ഡ്രൈവർ നിർത്തണോ വേണ്ടതെന്ന് പറയും. പിന്നെ KSRTCയിലെ കമ്പ്യൂട്ടറൈസേഷൻ ഒരു 14 കോടി മാറ്റി വെച്ചിട്ടുണ്ട്. KSRTC കംപ്ലീറ്റ് ഡിജിറ്റലൈസേഷനാണ്. കംപ്ലീറ്റ് കമ്പ്യൂട്ടർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് പുതിയ സോഫ്റ്റ്വെയറുകളൊക്കെ വാങ്ങി കുറച്ചുകൂടി അഡ്വാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡ്രൈവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കമ്പ്യൂട്ടർ കൊടുക്കുന്ന തരത്തിലായി. ഡ്രൈവർ വണ്ടി ഓടിക്കുന്നത് കമ്പ്യൂട്ടർ കൊടുക്കുന്ന നിർദ്ദേശത്തിലായി അങ്ങനെ ഒരു സംവിധാനത്തേക്ക് വരും. KSRTC പുതിയ ഡ്രൈവർ ഏതിലെ പോകണം, എവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്, വഴി തിരിച്ചു വിടണമെങ്കിൽ എല്ലാ മെസ്സേജും ഡ്രൈവർക്ക് സ്ക്രീനിൽ കാണാം. അങ്ങനെ ഒരു ടാബ് പോലൊരു സാധനം കൊടുക്കും. അപ്പോൾ ആ ടാബിനകത്ത് ഇത് ഡ്രൈവർക്കുള്ള നിർദ്ദേശം കൊടുക്കും. ഈ സ്റ്റോപ്പിൽ ഡ്രൈവർ നിർത്തണോ വേണ്ടതെന്ന് പറയും. തൊട്ടുപുറകെ വണ്ടി ഉണ്ടെങ്കിൽ നിർത്തണ്ടെന്ന് പറയും. കാരണം ഈ സ്റ്റോപ്പിൽ നിൽക്കുന്നവരെ എടുക്കാതെ അങ്ങ് പോയാൽ ഇവർ തമ്മിൽ ഡിസ്റ്റൻസ് വർദ്ധിപ്പിക്കും. അപ്പോൾ അതിനുവേണ്ടിയുള്ള സംവിധാനം ഇതിൻ്റെ ഇപ്പോഴും നടത്തിയിരിക്കുന്ന ഷെഡ്യൂളിംഗ് സോഫ്റ്റ്വെയറിൻ്റെ 2ാം ഘട്ടം. അപകടത്തിൽപ്പെടുന്നവർക്ക് ആദ്യത്തെ 5 ദിവസത്തെ ചികിത്സ സൗജന്യം എന്ന് പറയുന്നത്. ഇത് 2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ട്രാൻസ്പോർട്ട് മന്ത്രിയായി വന്നപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് നിർദ്ദേശിച്ചാണ്. അതിൽ 48 മണിക്കൂറത്തെ ചികിത്സ. ഈ 48 മണിക്കൂർ എന്ന ഒരു അപകടത്തിൻ്റെ രോഗിയുടെ ഗോൾഡൻ അവേഴ്സാണ്. ആ സമയത്ത് നമ്മൾ നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ അവർ ജീവൻ രക്ഷിക്കാൻ കഴിയും. അപ്പോൾ അനേകം ജീവനെ രക്ഷിക്കാൻ കഴിയുന്നുള്ളതുകൊണ്ട് കേരളത്തിലെ എല്ലാ സ്വകാര്യ ആശുപത്രികളുമായിട്ടും സർക്കാർ ആശുപത്രി ടൈപ്പ് ഉണ്ടാക്കുകയും ഈ ആക്സിഡൻറ്റ് പോകേണ്ട ലിസ്റ്റ് നമ്മളെല്ലാം ഓട്ടോറിക്ഷക്കാർക്കും നാട്ടുകാർക്കെല്ലാം കൊടുക്കും. ആ ഓട്ടോറിക്ഷ ആംബുലൻസുകാർക്കും കൊടുക്കും. ഇവർ ഇതെടുത്തു കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ ആശുപത്രിയിലേക്ക് കൊണ്ടുചെല്ലാവും. അവിടെ ആശുപത്രി 25 മുതൽ 45% വരെ ഡിസ്കൗണ്ട് ഉണ്ട്. ഈ പറയുന്ന ഒരു പ്രൊസീജിയറുണ്ട്. കൊണ്ടുചെന്നാൽ ആക്സിഡൻറ്റിൻ്റെ സ്വഭാവം അനുസരിച്ച് ഇന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം. ആ ചിലവ് ഒരു ബൈസ്റ്റാൻഡർ വരാനോ ഒരു രോഗിയുടെ ബന്ധുക്കൾ വരാനോ കാത്തു നിൽക്കാതെ ആ നിമിഷം ആരംഭിക്കണം. അതാണ് ഇതിൻ്റെ പുറകിലെ രഹസ്യം. ഇതിനുള്ള ഫണ്ട് കണ്ടെത്തുന്നതും ട്രാൻസ്പോർട്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് വഴിയാണ് മെയിനായിട്ട്. ഈ 5 ദിവസം ഇപ്പോൾ ബാലഗോപാൽ മിനിസ്റ്റർ പ്രഖ്യാപിച്ചതാണ്. 2 ദിവസമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്. 48 മണിക്കൂർ കഴിയുമ്പോൾ ആൾ സ്റ്റേബിളായാൽ മാറ്റാമെന്നുള്ള. പക്ഷേ അദ്ദേഹം 5 ദിവസം എന്നൊരു കണക്കെടുത്തു. KSRTC സ്വയം പര്യാപ്തമായി തുടങ്ങിയെന്ന് പറയാൻ പറ്റത്തില്ല. പല ദിവസങ്ങളിലും 100% നമ്മൾ കൊടുക്കുന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നുണ്ട്. 8.5 കോടിക്ക് മേളിലേക്ക് മിക്കവാറും ദിവസങ്ങളിൽ കളക്ഷൻ വരുന്നുണ്ട്. പക്ഷേ ലാഭം എന്ന് പറഞ്ഞാൽ പ്രവർത്തന ലാഭം, അതായത് ഇന്നത്തെ ചിലവും ഇന്നത്തെ വരവും തമ്മിൽ നോക്കിയാൽ വ്യത്യാസമുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും KSRTCയുടെ കടബാധ്യത തീരില്ല. 10,700 കോടി 17,000 കോടിയുടെ കടം എന്ന് പറയുന്നത് അതങ്ങനെ പെട്ടെന്ന് തീരും. പിന്നെ ഒരുപാട് കേസുകളൊക്കെ തീർന്നു. അദാലത്ത് നടത്തിയിട്ട് MACT കേസുകൾ 283 കേസുകളാണ് സംസ്ഥാനത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ലീഗൽ സർവീസ് അതോറിറ്റി വഴി ഏതാണ്ട് 283 കേസുകൾ പുല്ലൂർ കൊട്ടാരക്കര അടക്കം കേസുകൾ അദാലത്ത് നടത്തി അവസാനിപ്പിച്ച് അവരെ പണം കൊടുത്തു വിട്ടിട്ടുണ്ട്. ആ സെക്കൻഡ് റൗണ്ട് അദാലത്ത് ഇപ്പോൾ ആരംഭിക്കും. ഇതൊക്കെ ഇതിൻ്റെ ലൈബിലിറ്റീസാണ്. ഇതെല്ലാം ഒരു സൈഡിൽ കൂടെ തീർക്കേണ്ടതാണ്. എത്ര പൈസ കിട്ടിയാലും അതിങ്ങനെയുള്ള കാര്യങ്ങൾ തീർത്തില്ലെങ്കിൽ എന്നും ജനങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണ്.